നമസ്കാരം. സുരേഷ് ഗോപി ഇന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുകയാണ്. 3ഓളം വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിയായിട്ട് ചുമതലയേറ്റ് തൃശൂർ ജനത സമ്മാനിച്ച തിളക്കമാർന്ന വിജയത്തിൻ്റെ സന്തോഷത്തിൽ ഇന്ന് BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും വോട്ട് ചെയ്ത വോട്ടർമാരുമൊക്കെ നിൽക്കുമ്പോൾ കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ഒരു വളരെ സവിശേഷകരമായിട്ടുള്ള ഒരു ചർച്ചയിലൂടെയാണ് ഇന്ന് കേരളത്തെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപി വളരെ നിരാശനായിട്ടാണ് റിസൈൻ ചെയ്യുവാനുള്ള താല്പര്യത്തിലൊക്കെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് കേരളത്തിൻ്റെ മാധ്യമങ്ങൾ കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറയുന്നത്. സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് പദവി ലഭിച്ചില്ല എന്നുള്ള വളരെ നിരാശയാണ് അദ്ദേഹത്തെ അലട്ടുന്നത് എന്നും കേരളത്തിൻ്റെ മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്നു. യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് ഈ വിജയം കിട്ടിയ സമയത്ത് എന്തായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളോട് മാധ്യമങ്ങളുടെ മുന്നിൽ നടത്തിയ പ്രതികരണമെന്ന് നാം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കൃത്യമായിട്ട് സുരേഷ് ഗോപി മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് പറഞ്ഞത് ഈ ആശയത്തിൻ്റെ വികാസത്തിന് വേണ്ടിയിട്ട്, ഈ സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ജീവൻ സമർപ്പിച്ച് ബലിദാനികളായ 800ഓളം പ്രവർത്തകരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വിജയത്തെ സമർപ്പിക്കുന്നു. ഭാസ്കർ റാവുജിയെ പോലുള്ള മഹാന്മാരുടെ പാതാരവൃന്ദങ്ങളിൽ ഞാൻ ഈ വിജയത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്ത ഒരു വ്യക്തി തന്നെയാണ് സുരേഷ് ഗോപി. രണ്ടാമതായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞു വയ്ക്കുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. സുരേഷ് ഗോപി എന്നുള്ളതല്ല, കേരളത്തിൽ ഒരിക്കലും ഈ രാഷ്ട്രീയ പാർട്ടി ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചവർ തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യധാരാ മാധ്യമങ്ങൾ. അങ്ങനെ പ്രചരിപ്പിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിൽ ഇവർക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യമല്ല, അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൻ്റെ പ്രബുദ്ധരായിട്ടുള്ള ജനത അനുവദിക്കുകയില്ല എന്നും ഇവർ പ്രഖ്യാപിക്കുകയുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സമയത്ത് ഇവർ കൃത്യമായിട്ട് പറയുന്നത് അത് സുരേഷ് ഗോപി ഒരു താരപരിവേഷമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് എന്നും ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ക്രിസ്ത്യൻ മതവിഭാഗത്തിലുള്ള വോട്ടർമാർ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇങ്ങനെ ചെയ്യുമെന്ന് ഞങ്ങൾ ആരും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നും ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികളും ആരോപിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് സുരേഷ് ഗോപിയുടെ വിജയത്തിൻ്റെ പിന്നിൽ ക്രിസ്ത്യൻ മതവിഭാഗമാണ് എന്ന് ഈ രാഷ്ട്രീയക്കാർ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിൻ്റെ സ്വാധീനത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് എന്നും അദ്ദേഹത്തിന് ഒരു താരപരിവേഷമുണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ സാധിച്ചത് എന്നും ഈ താരപരിവേഷമില്ലാതെ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു സ്ഥാനാർത്ഥിക്കും ഒരടി മുന്നോട്ട് പോകാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഈ സാക്ഷര കേരളത്തിൽ, ഈ പുരോഗമന കേരളത്തിൽ നിലനിൽക്കുന്നത് എന്നുമാണ് ഇവിടുത്തെ ഇടതു വലതു രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് ആ റിസൾട്ടിനെ നമ്മൾ ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ഈ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി കൃത്യമായിട്ട് ലീഡ് ചെയ്തത് എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലവും തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലവും ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലുമൊക്കെ മത്സരിച്ചത് കൃത്യമായിട്ട് ഒരു താരപരിവേഷവും ഇല്ലാത്ത സ്ഥാനാർത്ഥികൾ തന്നെയാണ്. കൃത്യമായി സംഘടനാ പാടവം മാത്രമുള്ള, പൊതുപ്രവർത്തന പരിചയം മാത്രമുള്ള ഈ സംഘടനാ നേതൃത്വത്തിൻ്റെ നേതാക്കൾ ഈ മണ്ഡലങ്ങളിലൊക്കെ മത്സരിച്ച് തുച്ഛമായിട്ടുള്ള വോട്ടുകൾ മാത്രം പരാജയപ്പെടുമ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം കൃത്യമായിട്ട് പിണറായി വിജയനോടുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ള ആ സത്യം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എത്രത്തോളം ഈ രാജ്യത്ത് കട്ടുമുടിച്ച് അധപ്പതിച്ചിട്ടുണ്ടോ, ഈ രാഷ്ട്രീയ രംഗത്ത് ഇത്രയധികം ശോചനീയമായിട്ടുള്ള അവസ്ഥ നേരിടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി വേറെ ഇല്ല എന്നുള്ള സാഹചര്യം ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായിട്ട് കേന്ദ്രത്തിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു ഗവൺമെന്റിന്റെ രൂപീകരണത്തിന് വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചാണ് കേരളത്തിന്റെ പ്രബുദ്ധരായിട്ടുള്ള ജനത വോട്ട് ചെയ്തത് എന്ന് കൃത്യമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വ്യക്തമായി നിലനിൽക്കുമ്പോഴും കേരളത്തിൻ്റെ മാധ്യമങ്ങൾ ഇവിടുത്തെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തുവിടുന്നത് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുരേഷ് ഗോപിക്ക് വിജയം സമ്മാനിച്ചത് ക്രൈസ്തവ സമൂഹമാണ് എന്ന് പറയുമ്പോൾ
ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുവാനായിട്ട് കാരണം ഇവിടുത്തെ ഹൈന്ദവ സമൂഹം വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് എന്നുള്ള തരത്തിലുള്ള ആരോപണവും പറയാതെ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടാൽ അതിൻ്റെ കുറ്റം അല്ലെങ്കിൽ അതിൻ്റെ പഴി ഹൈന്ദവ സമൂഹത്തിനും, വിജയിച്ച സ്ഥലത്ത് അതിൻ്റെ ഗുണഭോക്താവ് അല്ലെങ്കിൽ അതിൻ്റെ കാരണക്കാർ വിജയ ശില്പി എന്ന് പറയുന്നത് മറ്റു സംഘടിത മതവുമാണ് എന്ന് കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന തരത്തിലുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് കേരളത്തിൻ്റെ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നത്. ഇത് കേരളത്തിൽ ഇന്നും ഇന്നലെയുമായിട്ട് ഒരു പ്രത്യേക കാലയളവിൽ ആരംഭിച്ചിട്ടുള്ള പ്രവർത്തനമല്ല. ഈ ഹൈന്ദവ സംഘടനകളെ, ഹൈന്ദവ ആശയങ്ങളെ ഈ കേരളത്തിൽ വളരാൻ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥയല്ല, വളർത്തുവാൻ അനുകൂലമായിട്ടുള്ള അന്തരീക്ഷമല്ല എന്ന് പൊതുസമൂഹത്തെ വിശ്വസിപ്പിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ എന്നും ഇവിടുത്തെ കുത്തക മാധ്യമങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. ആ പരിശ്രമത്തിൻ്റെ തുടർചിത്രമാണ് ഇന്ന് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ അതിൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷവും നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ എന്ന് മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.